بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. السلام عليكم ورحمة الله. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മതം ഇസ്ലാമാണ്. അമേരിക്കൻ, യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക വിരുദ്ധമായ നിലപാടുകൾക്ക് പലപ്പോഴും തലച്ചോറ് പ്രവർത്തിക്കുന്ന അത്തരം രാഷ്ട്രങ്ങളിൽ പോലും ഇസ്ലാമിൻ്റെ വിമർശകരും ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ഭരണാധികാരികളുമൊക്കെ സമ്മതിക്കുന്നു, അവിടങ്ങളിലെ ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, എത്രയും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാകുന്നു എന്ന്. എന്തുകൊണ്ട് ഇത്രമാത്രം പഴക്കമുള്ള ഒരു മതം ഈ ആധുനിക ലോകത്തും ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ മതമായി മാറി എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം മനുഷ്യനിർമ്മിതങ്ങളായ ആശയങ്ങളല്ല പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഇസ്ലാം വിമർശനങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് ഇസ്ലാമിൻ്റെ അനുയായികൾ പറയുന്നു എന്നതാണ് വിമർശകരുടെ ഒരു പരാമർശം. ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ അതൊരു അയോഗ്യതയാണോ? ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നതോടൊപ്പം മറ്റെല്ലാം നശിപ്പിക്കണം എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നില്ല. മറിച്ച് വ്യത്യസ്ത വഴികൾ സ്വർഗത്തിലേക്കില്ല, ഒരേ ഒരു മാർഗമേ രക്ഷാമാർഗമുള്ളൂ, യഥാർത്ഥ മതം ഒന്നു മാത്രമേയുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും വിഭാഗീയതയല്ല.
ഒരു സെമിനാറിൽ, സിംബോസിയത്തിൽ, സർവകക്ഷി യോഗത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുടെ ആശയങ്ങൾ അവതരിപ്പിക്കുവാനുള്ള അവസരം നാം വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്തു എന്ന് കരുതുക. അതിൽ CPM-നെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ പറയുന്നു, ഇന്ത്യയുടെ രക്ഷയ്ക്ക് കോൺഗ്രസ് ആയാലും കുഴപ്പമൊന്നുമില്ല. BJP-യുടെ പ്രതിനിധി പറയുന്നു, ഇന്ത്യയുടെ രക്ഷയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ പിറ്റേന്ന് പാർട്ടിയിൽ ഉണ്ടാകുമോ? തങ്ങളുടെ പാർട്ടി, ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം മാത്രമാണ് ഇന്ത്യയുടെ രക്ഷയ്ക്ക് അഭികാമ്യം എന്ന് പറയലാണ് ആ പാർട്ടിക്കാരന്റെ ആ വേദിയിലെ ദൗത്യം. പ്രശ്നമൊന്നുമില്ല, ആരായാലും ഇത് ഏത് പാർട്ടി ആയാലും മതി എങ്കിൽ തങ്ങളുടെ പാർട്ടിയിൽ അവർക്ക് ആത്മാർത്ഥതയില്ലെന്നും പാർട്ടിയിലെ ചാരന്മാരാണെന്നും എന്തൊക്കെയായിരിക്കും അവർ കേൾക്കേണ്ടി വരുന്ന വിമർശനങ്ങൾ. എന്നാൽ അതിനേക്കാൾ വലുതാണ്, ലോകത്ത് വ്യത്യസ്ത മതങ്ങളുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ, സഹോദരങ്ങൾ, യേശുക്രിസ്തു എന്ന് പറയുന്ന മഹാനായ പ്രവാചകനെ ആരാധിക്കുന്ന മതമാണ്, അതിന്റെ അനുയായികളാണ് ലോകത്ത് ജനസംഖ്യയിൽ കൂടുതലുള്ളത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് പെട്ടെന്ന് എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്രയും മതങ്ങളുണ്ട്. കൂട്ടത്തിൽ ഇസ്ലാമുമുണ്ട്. ഇവിടെ പരിശുദ്ധ ഇസ്ലാം വേർതിരിഞ്ഞു നിൽക്കുന്നത് ഇസ്ലാമാണ് ശരി എന്ന് അംഗീകരിക്കുകയും അതാണ് സ്വീകരിക്കേണ്ടത് എന്ന് മറ്റുള്ളവരോട് സ്നേഹബുദ്ധിയ ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്കുള്ളതല്ല. എല്ലാ കാലഘട്ടങ്ങളെയും സൃഷ്ടിച്ച കാലത്തിന്റെ സൃഷ്ടാവായ ലോകത്തിന്റെ രക്ഷിതാവ് അവതരിപ്പിച്ച മതമാകുന്നു. മഹാനായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെടാൻ കാരണമായ പരീക്ഷണം നമുക്കറിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ഒരു പരീക്ഷണത്തെ ഒരു ദുർബല നിമിഷത്തിൽ പിശാചിന്റെ വസ്വാസിൽ പെട്ടുകൊണ്ട് നമ്മുടെ മാതാവും പിതാവും വിലക്കപ്പെട്ട കനികൾ ഭക്ഷിച്ചുപോയി. ഇഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം. ഭൂമിയിലേക്ക് വന്ന നമ്മുടെ മാതാവും പിതാവും അവർക്ക് സംഭവിച്ച അബദ്ധം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൽ നിന്ന് റബ്ബിനോട് അവർ കൈനീട്ടി. എങ്ങനെയാണ് റബ്ബിനോട് കൈനീട്ടി പറയേണ്ടത് എന്നവർക്കറിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെന്തു പ്രാർത്ഥിക്കണം എന്ന് പോലും അവന്റെ മഹത്തായ കാരുണ്യത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. ഖാലാ റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയി. നീ ഞങ്ങളോട് പൊറുത്തിട്ടില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു ഈ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് പോരീൻ എന്നല്ല പറഞ്ഞത്. മറിച്ച് റബ്ബ് പറഞ്ഞത് ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, എന്നിൽ നിന്നുള്ള സന്മാർഗം, എന്നിൽ നിന്നുള്ള നേർമാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ, ആ നേർമാർഗത്തെ സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല. അപ്പോൾ ഭൂമിയിൽ എത്തിപ്പെട്ട അവരോട് നേരെ സ്വർഗത്തിലേക്ക് പോരിൻ എന്നല്ല പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത്. മറിച്ച് വലക്കും ഫീഹാ മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ, നിങ്ങൾക്ക് അവിടെ താമസിക്കുവാനുള്ള സ്ഥലമുണ്ട്, നിശ്ചിതമായ അവധി വരെയുള്ള വിഭവങ്ങളും അവിടെയുണ്ട്. ആ താമസ സ്ഥലത്ത് നിങ്ങൾ സ്ഥിരമല്ല. അവിടെ വെച്ച് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഭൂമിയിൽ നാം താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഏതൊരു തറവാടാണോ നമുക്ക് നഷ്ടപ്പെട്ടത്, ആ നിത്യസമാധാനത്തിന്റെ വീടായ സ്വർഗത്തിലേക്ക് തിരിച്ചെത്താൻ ആവശ്യമായ വഴി, അതിനുള്ള മാർഗം നാം ഇറക്കിത്തരും, റബ്ബ് ഇറക്കിത്തരും. ആ മാർഗം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീടിനേക്കാൾ, നിങ്ങളുടെ വിഭവങ്ങളെക്കാൾ,
ദുനിയാവിലെ നിങ്ങളുടെ സൗകര്യങ്ങളെക്കാൾ നിത്യ സൗകര്യത്തിന്, നിത്യമായ വീടിന്, നിത്യമായ ഭക്ഷണത്തിന്, നിത്യമായ ഇണകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. എന്നിൽ നിന്നുള്ള സന്മാർഗം, എന്നിൽ നിന്നുള്ള നേർമാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ ഫമൻ തബിഅ ഹുദായ, ആ നേർമാർഗത്തെ, സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ, അതാണ് നാം ചെയ്യേണ്ടത്. ഇത് ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ കാര്യമാണ്. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ മാർഗത്തെ പിൻപറ്റണം. അപ്പോൾ ഹിദായത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമാണ്. ആ പരിശുദ്ധ ഇസ്ലാം, ആദം നബി അലൈഹിസ്സലാമിന് കിട്ടിയ ആ സന്ദേശം കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, വ്യത്യസ്ത സമൂഹങ്ങൾ മാറി മാറി വരുമ്പോൾ, മരണമടഞ്ഞ ഒരു തലമുറ പോയി അടുത്ത തലമുറ വരുമ്പോൾ, ഈ മനുഷ്യ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ തുടർച്ച നിർവഹിച്ചു. ആ തുടർച്ചകൾ നിർവഹിക്കുന്നതിന് വേണ്ടി വേദഗ്രന്ഥങ്ങളും വേദഗ്രന്ഥങ്ങളെ വിശദീകരിക്കുവാൻ പ്രവാചകന്മാരെയും അള്ളാഹു നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും, എല്ലാ വേദഗ്രന്ഥങ്ങളും ലോകത്തോട് പറഞ്ഞത് അടിസ്ഥാനപരമായി ഒരേ ഒരു സന്ദേശമാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാം. പേരുകൊണ്ട് മനസ്സിലാകുന്നത് പോലെ അതൊരു വ്യക്തിയുടെ, ഒരു പ്രദേശത്തിന്റെ, ഒരു ഗോത്രത്തിന്റെ പേരിലുള്ള മതമല്ല. 1400 വർഷം പഴക്കമുള്ള ഒരു മതവുമല്ല. മനുഷ്യനോളം പഴക്കമുള്ള, ഈ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള, എന്നാൽ ഒരിക്കലും പഴഞ്ചനല്ലാത്ത ആ ആദർശം, അതാണ് പരിശുദ്ധ ഇസ്ലാം. കഴിഞ്ഞുപോയ പ്രവാചക ശൃംഖല മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിൽ എത്തുകയും ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തേക്ക് ലഭ്യമായ അവിടുത്തെ വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥം ഇഞ്ചീൽ, ആ വേദഗ്രന്ഥത്തെ വിശദീകരിച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം നമുക്കത് നൽകി. പിന്നീട് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആ കാലഘട്ടത്തിൽ ഒരൊറ്റ പ്രവാചകനും ലോകത്ത് വന്നില്ല. കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തി, കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ സത്യപ്പെടുത്തി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ആ കൊണ്ടുവന്ന വേദഗ്രന്ഥം പുതുതായ ഒരു സന്ദേശവുമായിട്ടല്ല, മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, കഴിഞ്ഞു പോയവയെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് വന്നിട്ടുള്ളത്. ആ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ ഏറ്റവും നല്ല കലാം അള്ളാഹുവിന്റെ കലാമാകുന്നു. അതാണ് ആ ഹിദായത്തിന്റെ അന്തിമ പതിപ്പിലെ മുഖ്യമായ സന്ദേശം. അതോടൊപ്പം ആ വേദഗ്രന്ഥത്തെ വിശദീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്തയച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ഇത് രണ്ടും ആകാശത്ത് നിന്നുള്ളതാകുന്നു, അഥവാ റബ്ബിങ്കൽ നിന്നുള്ളതാകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പരിശുദ്ധ മലക്ക് മുഖേന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്ത പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആന്റെ വിശദീകരണമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു തന്ന, പറഞ്ഞു തന്ന, മൗനാനുവാദം നൽകിയിട്ടുള്ള അവിടുത്തെ തിരുചര്യ, ഇത് രണ്ടുമാണ് ആദം നബി അലൈഹിസ്സലാമിനോട് അന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായി നമ്മുടെ കയ്യിലുള്ളത്. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. 3 അനുസരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 59-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാലും ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. അവിടെ ആയത്തിന്റെ 1-ാമത്തെ ഭാഗത്ത് കൊടുത്ത 1 കട്ട് ചെയ്തു കളഞ്ഞു. ആയത്തിന്റെ 1-ാമത്തെ ഭാഗത്ത് 3 അനുസരണങ്ങൾ പറഞ്ഞു, അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ വ ഉലിൽ അംരി മിൻകും. 2-ാമത്തെ ഭാഗം എത്തിയപ്പോൾ നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കുക. എന്തേ ഉലിൽ അംറിനെ ഒഴിവാക്കി? ഉലിൽ അംറിന് വഹയില്ല, ഉലിൽ അംറിന്റെ അടുത്ത് മലക്ക് വരുന്നില്ല.
അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് ഉലിൽ അംർ അല്ല. ഉലിൽ അംറിന് പറയാം, ആർക്കും പറയാം, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അതല്ലാതെ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ എന്നതിന്റെ തുടർച്ചയായി പറഞ്ഞ ഉലിൽ അംർ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ പരലോകമാണ് നമുക്ക് വലുതെങ്കിൽ, അല്ലാഹുവിലുള്ള വിശ്വാസമാണ് നമുക്ക് മുഖ്യമെങ്കിൽ, നാം സ്വീകരിക്കേണ്ട നിലപാട് ഇവിടെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ ഹിദായത്തിന്റെ സന്ദേശം അവിടെ മനുഷ്യന് പ്രവേശനമേ ഇല്ല. മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണോ വഹയി ലഭിച്ചിട്ടുള്ളത്, ആ വഹയാണ് ഇസ്ലാം. ഹിദായത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വശം അത് വഹയാകുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ കരവിരുതുകൾക്ക് അതിൽ യാതൊരു സ്ഥാനവും ഇല്ല. അതുകൊണ്ട് പ്രമാണമാണ് ഇസ്ലാം, പ്രമാണങ്ങളാണ് ഇസ്ലാം. മനുഷ്യന്റെ ബുദ്ധിക്കോ ചിന്തക്കോ മനുഷ്യന്റെ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾക്കോ പുതുതായി ഒന്ന് ചേർക്കുവാനോ ഒന്ന് എടുത്തു മാറ്റാനോ പറ്റുന്നതല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അത് റബ്ബിങ്കൽ നിന്നുള്ള വഹയാകുന്നു. അതുകൊണ്ട് ഇസ്ലാമിനെ, ഈ പരിശുദ്ധ ഹിദായത്തിനെ പരിചയപ്പെടുമ്പോൾ അതിലേറ്റവും പ്രധാനമാണ് ഈ അടിസ്ഥാനപരമായ ഈ രണ്ട് അടിസ്ഥാന സിദ്ധാന്തങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് ആ പരിശുദ്ധ ഖുർആനെ വിശദീകരിക്കുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിപ്പോകാതിരിക്കാൻ, അബദ്ധം പറ്റാതിരിക്കാൻ, നരകമാർഗത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടതും. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നാം നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു, നിങ്ങൾ വഴിപടച്ചു പോവുകയില്ല. മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപടച്ചു പോവുകയില്ല. കിതാബ് അല്ലാഹി വസുന്നത റസൂലിഹി, അള്ളാഹുവിന്റെ കിതാബും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും. അപ്പോൾ ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപടച്ചു പോവുകയില്ല എന്ന് പറയുന്നതിന്റെ മറുവശം, ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വഴിപടച്ചു പോകും. അപ്പോൾ ഖുർആനിനെ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ, ഹദീസിനെ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വഴിപടച്ചു പോകും. അപ്പോൾ ഖുർആനും ഹദീസും ഇത് രണ്ടും പ്രധാനമാണ്. പ്രമാണം എന്നുള്ള നിലക്ക് ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. തെളിവ് എന്നുള്ള നിലക്ക് ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. അതിൽ ഒന്നിനെ ഒഴിവാക്കാൻ, ഒന്നിന് സ്ഥാനം കുറഞ്ഞു കാണാൻ സാധ്യമല്ല. കാരണം രണ്ടും വഹയാകുന്നു. എന്നാൽ ഹദീസിനേക്കാൾ എത്രയോ പ്രാധാന്യവും മഹത്വവും ഖുർആനിനുണ്ട്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമാകുന്നു. അതിലെ ഓരോ പദങ്ങളും റബ്ബിങ്കൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാകുന്നു. ഖുർആൻ പാരായണം ചെയ്താലുള്ള പുണ്യം നാം പഠിച്ചിട്ടുണ്ട്. അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അത് ഒരു ഹർഫായിട്ടല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അലിഫും ലാമും മീമും വ്യത്യസ്ത ഹർഫുകളാണെന്നും ഓരോന്നിനും ഒരു കൂലി, ഒരു കൂലിക്ക് ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം, അപ്പോൾ 30 കൂലി ചുരുങ്ങിയത് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ കിട്ടുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ ഈ ഒരു പ്രാധാന്യം, ഈ ഒരു മഹത്വം, ഈ ഒരു ദറജ ഹദീസിനില്ല. എന്നാൽ പ്രമാണം എന്നുള്ള നിലക്ക് ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. തെളിവ് എന്നുള്ള നിലക്ക് ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. വളരെ വ്യക്തമാണ് ആ കാര്യം. പരിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിക്കുന്നു. ഉദാഹരണമായി 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 2-ാമത്തെ ആയത്തിൽ വ്യഭിചരിച്ച ആണിനെ, വ്യഭിചരിച്ച പെണ്ണിനെ അതിലുള്ള ശിക്ഷ ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. ഹദീസിൽ മറ്റൊരു തരത്തിലും നമുക്ക് കാണാം. നാം പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും രണ്ടും വഹയാകുന്നു. ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കിക്കൊണ്ട്
ഇസ്ലാം പൂർത്തിയാവുകയില്ല എന്നാണ്. ഉദാഹരണം പരിശുദ്ധ ഖുർആൻ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിൽ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹാ മിഅത ജൽദ. വ്യഭിചരിച്ച ആണിനെ, വ്യഭിചരിച്ച പെണ്ണിനെ 100 അടിയടിക്കണം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിൽ വ്യഭിചരിച്ച ആണിനെ, പെണ്ണിനെ 100 അടിയടിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഈ പ്രദേശത്ത് ചട്ടിപ്പടിയിലുള്ള, പരപ്പനങ്ങാടിയിലുള്ള പരിസര പ്രദേശങ്ങളിലുള്ള മലയാളത്തിൽ ഖുത്ബ പറയുന്ന പള്ളികളിൽ പങ്കെടുക്കുന്നവർക്കും സീഡികളും അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളും വായിച്ചു പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കുമൊക്കെ അറിയാം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട മാഇസ് റളിയല്ലാഹു അൻഹു, ആ മാഇസ് റളിയല്ലാഹു അൻഹുവിന് തന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിപ്പോയി. വ്യഭിചാരമാകുന്ന അബദ്ധം പറ്റിയപ്പോൾ തൊട്ടുടനെ തന്നെ സത്യവിശ്വാസികളുടെ സ്വഭാവം, പശ്ചാത്താപം മനസ്സിലേക്ക് വരിക. കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീജ്വാലകൾക്ക് മുകളിൽ മായിസാകുന്ന ഞാൻ നിൽക്കുന്ന ഒരു രംഗം വരാനുണ്ടല്ലോ. ലോകത്തുള്ള മുഴുവനും എന്നെ കാണുന്ന എന്റെ മാതാപിതാക്കൾ, എന്റെ മക്കള്, എന്റെ ഇണ എന്നെ കാണുന്ന ഒരു രംഗം വരാനുണ്ടല്ലോ. ആ അപമാനകരമായ ഒരു അവസ്ഥയിൽ നരകശിക്ഷ സഹിക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് മായിസ് റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് പരിസര ബോധം മറന്നുകൊണ്ട് പറയുകയാണ്, ത്വഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ശുദ്ധീകരിക്കണം. അഥവാ എന്റെ അടുത്ത് വ്യഭിചാരം സംഭവിച്ചു പോയി, ആ വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്റെ മേൽ നടപ്പാക്കണം. ജനങ്ങളത് കേൾക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. ഇവിടുത്തെ അപമാനം എനിക്ക് പ്രശ്നമല്ല. നാളെ പരലോകത്ത് നരകത്തെ സഹിക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ എന്നെ ശുദ്ധീകരിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അവിടുന്ന് ആവേശത്തോടുകൂടി ശിക്ഷ നടപ്പാക്കുകയല്ല ചെയ്തത്. എങ്ങനെയെങ്കിലും ശിക്ഷിക്കുക എന്നതല്ല, മറിച്ച് പ്രവാചകൻ അത് ഒഴിവാക്കാനും ഒഴിഞ്ഞു മാറാനും ശ്രമിച്ചു. പക്ഷേ മായിസ് റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശിക്ഷ ഏറ്റുവാങ്ങി. എന്തായിരുന്നു ആ ശിക്ഷ? നമുക്കറിയാം, എറിഞ്ഞുകൊല്ലൽ. എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷ നടപ്പാക്കി. എന്താ സൂറത്തുൻ നൂറിൽ 24-ാം അധ്യായം സൂറത്തുൻ നൂറിൽ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞത്? വ്യഭിചരിച്ച ആണിനെ, പെണ്ണിനെ 100 അടിയടിക്കണം. എന്താ ഹദീസിൽ നമ്മൾ കാണുന്നത്? വ്യഭിചരിച്ച പുരുഷനെ എറിഞ്ഞു കൊന്നു. ഇത് രണ്ടും വൈരുദ്ധ്യമാണോ? അല്ലേ അല്ല. പെട്ടെന്ന് കൂടുതൽ പഠിക്കാതെ, മനസ്സിലാക്കാതെ, ചിന്തിക്കാതെ ചിലർ പറയും, കണ്ടോ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ എല്ലാ ഹദീസും സ്വീകരിക്കാൻ പറ്റൂല, സ്വഹീഹായ ഹദീസ് തന്നെ അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഇതാ പരിശുദ്ധ ഖുർആൻ 24-ാം അധ്യായമായ സൂറത്തുൻ നൂറിൽ 2-ാമത്തെ ആയത്തില് വ്യഭിചരിച്ച ആണിനെ, പെണ്ണിനെ 100 അടിയടിക്കണം എന്നാ പറഞ്ഞത്. എന്നാൽ ഹദീസിൽ കാണുന്നതോ എറിഞ്ഞുകൊന്നു എന്നാണ്. വൈരുദ്ധ്യമല്ലേ? വൈരുദ്ധ്യമല്ല. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിൽ പറഞ്ഞത് ആരെക്കുറിച്ചാ? അവിവാഹിതനായ വ്യഭിചാരിയെ കുറിച്ച്, അവിവാഹിതയായ വ്യഭിചാരിണിയെ കുറിച്ച്. കല്യാണം കഴിക്കാത്ത ആണോ പെണ്ണോ വ്യഭിചരിച്ചാൽ 100 അടിയടിക്കണം. മായിസ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച വ്യക്തിയാ. വിവാഹം കഴിച്ച ആണോ പെണ്ണോ വ്യഭിചരിച്ചാൽ ഇസ്ലാമിക ഭരണകൂടം നിലവിലുണ്ടെങ്കിൽ അവിടുത്തെ ജഡ്ജി വിധിക്കുന്ന മുറക്ക് അവരെ എറിഞ്ഞു കൊല്ലണം. വൈരുദ്ധ്യമാണോ? അല്ല. ഇത് വെച്ചാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ ആ മുസ്ഹഫിന്റെ സൈഡിൽ ഞാനെന്ന് എഴുതി വെച്ചാലോ, ഈ ആയത്തിൽ പറഞ്ഞത് അവിവാഹിതരായ കുറിച്ചാകുന്നു എന്ന് ഞാനെന്ന് എഴുതി വെച്ചാലോ. പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഖുർആന്റെ സൈഡിൽ എഴുതിയ ആള് എന്ന് എന്നെ പറഞ്ഞിട്ട് പറയുന്നത് എനിക്കിഷ്ടല്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ വ്യഭിചാരത്തിന്റെ ശിക്ഷയുടെ അധ്യായം പൂർത്തിയാകണമെങ്കിൽ ഖുർആൻ മാത്രം പോരാ, ഹദീസും വേണം. അതാ ഞാൻ പറഞ്ഞത്, പ്രമാണം എന്നുള്ള നിലക്ക്
ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. ദറജയുടെ കാര്യത്തിൽ, സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഖുർആൻ 1-ാം സ്ഥാനത്തും ഹദീസ് 2-ാം സ്ഥാനത്തും. എന്നാൽ പ്രമാണം എന്ന നിലക്ക്, തെളിവ് എന്നുള്ള നിലക്ക് ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. 4 ഭക്ഷണം നിങ്ങൾക്ക് ഹറാമാണ്. അതിലെടുത്തു പറഞ്ഞു ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത, ശവം, മയ്യത്ത് തിന്നാൻ പറ്റൂല. ശരി, ശവം തിന്നാൻ പറ്റില്ല, ഖുർആൻ മാത്രം മതി, ഹദീസൊന്നും വേണ്ട. എങ്കിൽ മത്തി തിന്നാൻ പറ്റുമോ? അയില തിന്നാൻ പറ്റുമോ? ശവല്ലേ, അറക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ ഈ ആയത്തിൽ പറഞ്ഞത് മതി, ഖുർആൻ മാത്രം മതി, എന്ത് ഹദീസ് എന്ന് ചോദിക്കുന്ന ഒരാള് കടലിൽ പോയാൽ എന്ത് ചെയ്യണം? കടലിൽ വലയെറിഞ്ഞു, 100 മത്തി കിട്ടി, കത്തിയെടുത്തു, ബിസ്മിൻ ചൊല്ലി ഒരു മത്തിനെ അറുത്തു, അടുത്ത ഭാഗത്ത് വെച്ചു, അടുത്ത മത്തിനെ അറുത്തു, ഒരു 10 അറുത്തപ്പോൾ 90 ചത്തുപോയി. 10 മത്തി വെച്ച് പോരേണ്ടി വരും. ഇവിടെയാണ് ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്ന ആ പരിശുദ്ധ ഖുർആനിന്റെ വഹി ആരാണോ ഓതിത്തന്നത്, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് ഹലാലായ മയ്യത്തുകൾ, ശവങ്ങൾ പഠിപ്പിച്ചു. അഥവാ ഹദീസിൽ മത്സ്യത്തെ കുറിച്ച് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈൻ എന്ന ഹദീസ്. നേരത്തെ നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ഏറ്റവും പ്രധാനമായി ശ്രമിക്കാറുള്ളത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ കാര്യത്തിൽ സംശയമുണ്ടാക്കുക. അങ്ങനെ സംശയമുണ്ടാക്കുമ്പോൾ ഇസ്ലാമിക ജീവിതം താറുമാറാകും. ഹദീസ് ഇല്ലെങ്കിൽ ഇസ്ലാമിക ജീവിതം താറുമാറാകും. അവിടെ ഹദീസും വഹി തന്നെ. അലാ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ കിതാബ്, അറിയുക എന്നിലേക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട്, വമിസ്ലഹു മഅഹു, അതോടൊപ്പം അതുപോലെയുള്ളതും നൽകപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി പറയാണ്, എന്നിലേക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട്, അഥവാ ഖുർആൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെയുള്ളതും നൽകപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും എഴുതി വെക്കും. ഹബീബിന്റെ പിന്നാലെ പോകും. അവിടുന്ന് എന്തു പറഞ്ഞാലും അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അത് എഴുതി വെക്കും. ഖുറൈശികളിൽപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞു, എന്താണിത്, നിങ്ങൾ എല്ലാം എഴുതി വെക്കുകയാണല്ലോ, റസൂൽ ഒരു മനുഷ്യനല്ലേ, സന്തോഷം ഉണ്ടാകും, ദേഷ്യം ഉണ്ടാകും, ഇതെല്ലാം ഇങ്ങനെ എഴുതി വെക്കുന്നത് ന്യായാണോ സഹോദര? അപ്പൊ അദ്ദേഹം ചിന്തിക്കണേ, എനിക്കും തോന്നി നബി പറയുന്നത് മുഴുവനും ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുക, അത് വേണ്ട, ഞാനത് നിർത്തി, ഞാൻ ആ എഴുതി വെക്കൽ നിർത്തി. പിന്നീട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറഞ്ഞു, അങ്ങയുടെ ജീവിതം ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്താറുണ്ടായിരുന്നു, എന്തു പറഞ്ഞാൽ ഞാൻ എഴുതി വെക്കുമായിരുന്നു. ഇങ്ങനെ ഖുറൈശികളിൽപ്പെട്ട ചില ആൾക്കാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഞാനത് നിർത്തി. ഇത് പറഞ്ഞപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബ്, നീ എഴുതണം, അബ്ദുല്ലാഹി ഇബ്നു അംർ നീ എഴുതണം, ഫവല്ലദീ ബിനഫ്സിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, മാ ഖറജ മിന്നി ഇല്ലാ ഹഖ്ഖാ, എന്നിൽ നിന്ന് സത്യമല്ലാതെ പുറത്തു വരില്ല, അതുകൊണ്ട് നീ എഴുത്ത് നിർത്തരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നീ പകർത്തിക്കോ, മുഴുവൻ എഴുതി വെച്ചോ, എന്നിൽ നിന്ന് ഹഖ്ഖല്ലാതെ പുറത്തു വരില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും രണ്ടും വഹി തന്നെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമു ഇബ്രാഹിമിൽ നിൽക്കുകയാണ്, ഒപ്പം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. എന്താണ് മഖാം ഇബ്രാഹിം? ആ കഅബ പടുത്തുയർത്താൻ ആ കല്ല് എടുത്തു വെക്കുന്നതിന് വേണ്ടി നിവർന്നു നിന്ന സ്ഥലം, വിരലിന്മേൽ ഇങ്ങനെ നിവർന്നു നിന്ന കല്ല് അവിടെ വെച്ചു. ആ നിവർന്നു നിന്ന സ്ഥലം ഖാമ, നിന്നു, മഖാം നിന്ന സ്ഥലം. നമ്മുടെ നാട്ടിലൊക്കെ കിടക്കുന്ന സ്ഥലത്തിനാ മഖാം എന്ന് പറയാം, ഖുർആൻ നിൽക്കുന്ന സ്ഥലത്തിനാ പറഞ്ഞത്.
ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം, ആ നിന്ന സ്ഥലത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെ വന്നു. അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞു, നബിയെ ഞാനൊരു 2 റക്അത്ത് ഇവിടെ നിസ്കരിക്കട്ടെ. ആരാ ചോദിക്കുന്നത്? ഫിൽ ജന്ന എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് നൽകിയ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരോടാ ചോദിക്കുന്നത്? ലോകത്തിന്റെ പ്രവാചകനോട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റില്ല ഉമറേ, നിസ്കരിക്കാൻ പറ്റൂല. ആരാ ഈ 2 ആൾക്കാര്? മഹാനായ റസൂലുള്ളയും ഉമർ ഖത്താബുവാ ഈ 2 ആൾക്കാര്. അവര് 2 പേരും കൂടി ചർച്ച ചെയ്യുന്നു. ഒരാൾ ചോദിക്കുന്നു, മറ്റൊരാൾ മറുപടി പറയുന്നു. ഒരു 2 റക്അത്ത് നമസ്കാരം. റസൂലുള്ള പറയുന്നു, പറ്റില്ല ഉമറേ. എന്തേ കാര്യം? വഹി വന്നിട്ടില്ല. എന്റെ തീരുമാനപ്രകാരം, എന്റെ അഭിപ്രായ പ്രകാരം ഒരു 2 റക്അത്ത് നമസ്കാരം ഇവിടെ വെക്കാൻ എനിക്ക് അധികാരമില്ല. സഹോദരങ്ങളെ, പിന്നീട് വഹി വന്നു. ഇപ്പോൾ ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന സഹോദരീ സഹോദരങ്ങൾ മഖാം ഇബ്രാഹിമിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുന്നു. എന്നാൽ ഉമർ ഖത്താബ് ചോദിച്ച സന്ദർഭത്തിൽ അവിടെ നമസ്കാരം ഇല്ല. എന്തുകൊണ്ട്? വഹി വന്നിട്ടില്ല. എത്ര ഗൗരവമാണ് ആലോചിച്ച് നോക്കൂ. അപ്പൊ വഹിയാണ് ഇസ്ലാം. റസൂൽ ഒരാൾ ചോദിക്കുക, സുബൈക്ക് മുമ്പ് കിടക്കട്ടെ ഒരു 2, ളുഹറിന് മുമ്പോ 2, 4 കിടക്കട്ടെ, അസന്ദേശം വേണ്ട, അതൊക്കെ തോന്നുമ്പോൾ പറയാം. അല്ല, വമാ യന്തിഖു അനിൽ ഹവാ, നിങ്ങളുടെ സഹോദരൻ തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ, വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. റസൂലുള്ള തോന്നിയത് പറയുകയല്ല. അപ്പോൾ ഇസ്ലാം എന്നാൽ വഹിയാകുന്നു. ആ വഹിനെ പിൻപറ്റലാണ് റസൂലിന്റെയും ചുമതല, നമ്മുടെയും ചുമതല വഹിനെ പിൻപറ്റലാണ്. അപ്പോൾ ഖുർആനും ഹദീസും 2ഉം വഹിയാകുന്നു. ഖുർആനിന്റെ പദങ്ങൾ പോലും റബ്ബിന്റെ അടുത്ത് നിന്ന്, എന്നാൽ ഹദീസോ വഹിയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള പ്രവർത്തിക്കുന്ന കാര്യം, വഹിയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള പറയുന്ന മൗനാനുവാദം നൽകുന്ന കാര്യം, അതും വഹി തന്നെ. 2ഉം വഹി തന്നെ. ഇതെന്താ ഇത്ര ഗൗരവം? ഈ പ്രദേശം പോലെയുള്ള പ്രദേശങ്ങളിൽ കാരണവന്മാരായ മുജാഹിദുകളോട് ചോദിച്ചു നോക്കൂ. അവർക്ക് പരിചയമുള്ള ഒരു മുജാഹിദ് പണ്ഡിതനുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് മൗലവി, അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ആ കാലഘട്ടത്തിൽ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യം സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പാടുപെട്ട് പണിയെടുത്ത ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് ഒരു ചെറിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഈ അടുത്തു പോലും മുജാഹിദ് സെന്ററിൽ നിന്നും അത് റീപ്രിന്റ് ചെയ്തു. അതിന്റെ 1ാമത്തെ പേജിൽ ഹദീസിനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഷെയ്ഖ് മുഹമ്മദ് മൗലവി ഹദീസും വഹി തന്നെ എന്ന് സമർത്ഥിക്കാൻ ഖുർആനിലെ 2 ആയത്തുകൾ എടുത്തു കൊടുത്തു. ഒന്ന് നാം പറഞ്ഞ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, ഹദീസ് വഹിയാണ് 1ാമത്തെ തെളിവ് അദ്ദേഹം കൊടുത്തു. പിന്നീട് അദ്ദേഹം കൊടുത്തു വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, റസൂലുള്ള എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, അവിടുന്ന് എന്തൊന്ന് വിരോധിച്ചുവോ അത് നിങ്ങൾ ഒഴിവാക്കുക. ഈ ആയത്ത് ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്തിനാ എടുത്തു കൊടുത്തത്? ഹദീസും വഹി തന്നെ എന്ന് സമർത്ഥിക്കാൻ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുമ്പോ ഹിദായത്തിന്റെ സന്ദേശം ഉറപ്പിച്ചിട്ട് വേണം കയറാൻ. ഹദീസ് എന്ന് പറഞ്ഞ തലവേദന എടുത്താലേ പരലോകത്ത് തലവേദന എടുക്കും. ഹദീസ് എന്ന ഒന്നോട് ഉദ്ദേശിക്കുന്നത് സ്വഹീഹായ ഹദീസാകുന്നു. സ്വഹീഹായ ഹദീസാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹദീസുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ഉറപ്പിക്കാൻ ഞാൻ പറയട്ടെ. ഒരുപക്ഷേ നമുക്ക് തോന്നും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത, നമ്മുടെ ചിന്തയുടെ പരിധിയിൽ ഉൾക്കൊള്ളാത്ത കാര്യം നമ്മളെങ്ങനെ വിശ്വസിക്കും, നമ്മളെങ്ങനെ അംഗീകരിക്കും?